ട്രാവലിംഗ് വിത്ത് ആർമി കപ്പിൾസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഊട്ടിയിലെ കാഴ്ചകൾ അവിടെ വീണ്ടും തുടങ്ങുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിച്ചു. ഇനി നേരെ പോകുന്നത് നമ്മുടെ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ലപോലെ മഴ പെയ്യുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ കുട എടുത്ത് വെച്ചത് നന്നായി എന്നിപ്പം തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ ചെറിയ തണുപ്പുമുണ്ട്. രാത്രി ഇനി എങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ഈ ഗാർഡനകത്ത് തന്നെ ഏകദേശം കുഞ്ഞി കുറേയേറെ വഴികളുണ്ട് കേട്ടോ. പക്ഷെ പോകുന്ന വഴിയിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം നല്ലപോലെ ചെളിയുണ്ട്. ഈ നമ്മൾ കാണാതെ വല്ലതുമാണ് ചവിട്ടുന്നതെങ്കിൽ തെന്നി വീഴാനും സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും അങ്ങോട്ട് പോയില്ല. ഇതിനകത്ത് തന്നെ കൊച്ചു ഈ ഒരു ഫ്ലവർ ഷോ പോലെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അതിനകത്ത് നിന്നു. അങ്ങനെ നമ്മുടെ ഈ ദിവസത്തിൻ്റെ ലാസ്റ്റ് സ്പോട്ടായ ഊട്ടിയിലെ ബോട്ട് ഹൗസിലേക്കാട്ടോ പോകുന്നത് ഇനി. അപ്പോൾ പോകുന്ന വഴിയിൽ അത്രയും നമുക്ക് കുറേ ഇങ്ങനെ കുതിര സവാരിയൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. കാരണം മഴ കൂടി വന്നതിനാൽ നമ്മളെ ബോട്ട് പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായി പോവും. പിന്നെ ടിക്കറ്റും കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഡ്രൈവർ ഞങ്ങളെ ഒരു ആ ബോട്ട് ഹൗസിൻ്റെ തന്നെ ഒരു സൈഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ടീയോ സ്നാക്സോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോവാന്ന്. അങ്ങനെ ബോട്ട് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 2-3 തവണയെങ്കിലും ആലോചിച്ചു. കാരണം ഇവിടെ ഗവൺമെൻറ് സർവീസും ഉണ്ട്, അല്ലാതെ പ്രൈവറ്റും ഉണ്ട്. രണ്ടിനും 2 വിലയാണ്. വിലയെന്ന് പറയുമ്പോൾ നല്ല കത്തി വില. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി ഇതിൽ കയറാതെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കയറുന്നത് തന്നെ. സൂപ്പർ. പിടിച്ചിരുന്നോളാം. ഇങ്ങോട്ടാ, ഇനി അടുത്തോണ്ടേ നോക്ക്. ഇങ്ങോട്ടോക്ക്. ഇനി മറിയാതെ പിടിച്ചെടുത്തിക്കോ. നാച്ചുറൽ തടാകം. എന്തോ പറ്റി, എന്തോ കടിച്ചെന്ന് തോന്നുന്നു. മീനല്ല തന്നെ. ജാക്കറ്റ് ഇതൊക്കെ വാങ്ങിച്ചു. ഏകദേശം ഒരു 5:30 ആവാറായ കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഇരുട്ട് പോലെയൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു
45 മിനിറ്റ്സുള്ള ബോട്ട് യാത്രയാണ് ചൂസ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൈവറ്റ് എടുത്തതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓക്കെ, അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു വന്നു. നമ്മുടെ ഈ ബോട്ട് ഹൗസിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കിട്ടും. അപ്പോൾ ഞാനൊരു കേസരിയും വിനീതയുടെ ഒരു മോമോസൊക്കെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ അവർ ഓൺ ദ സ്പോട്ടായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ 1 ഡേ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മുടെ 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടീ ഗാർഡൻ, ചോക്ലേറ്റ് ഫാക്ടറി, അതേപോലെ തന്നെ നമ്മൾ 2 ഗാർഡനും ബോട്ട് ഹൗസും നമ്മുടെ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഫോറസ്റ്റ് വ്യൂ എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നോക്കി, നടന്നില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു സ്വിഗ്ഗിയിൽ നിന്നോ വല്ലതും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന്. അപ്പോഴത്തേക്കും നല്ല തണുപ്പിറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഊട്ടിയിലെ ഞങ്ങളുടെ 1 ഡേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ട്രാവൽ വിശേഷങ്ങളുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ.